ഹായ് ഹലോ നമസ്കാരം. സൺഡേ അൽബാനി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉപ്പിലിട്ടത് അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് നമ്മൾ സ്റ്റാർ ഫ്രൂട്ട്സ്. അപ്പം അല്ലെങ്കിൽ നമ്മൾ വലിയ ആനമുന്തിരി അല്ലെങ്കിൽ ആനപ്പുളിഞ്ചിക്ക എന്ന് പറയും, മുന്തിരിയല്ല ആനപ്പുളിഞ്ചിക്ക എന്ന് പറയും. അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഇപ്പോൾ സീസൺ ഫ്രൂട്ടാണല്ലോ, അപ്പോൾ അത് കുറച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ കഴുകി വൃത്തിയാക്കി കുറച്ച് സ്റ്റാർ ഫ്രൂട്ട് എടുത്തതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് നല്ല നീളത്തിലൊക്കെ നമ്മൾ അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലാണ് ഞാൻ ഇതിനകത്ത് ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് നാടൻ രീതിയിലൊക്കെ നമുക്കിത് പോലെ ഉപ്പിലിട്ടൊക്കെ എടുത്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമുക്കൊരു നെക്സ്റ്റ് തരുന്നൊരു സാധനം കൂടെയൊക്കെ ആണല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇച്ചിരി ഉപ്പൊക്കെ ചേർത്തിട്ട് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ നീളത്തിൽ അരിഞ്ഞു കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ അതിൻ്റെ സ്റ്റാർ ഫ്രൂട്ട് എന്ന് പറയുന്നതിൻ്റെ പേര് തന്നെ നക്ഷത്രപ്പുളി. ഇങ്ങനെ നക്ഷത്രത്തിൻ്റെ രീതിയിൽ കട്ട് ചെയ്യുമ്പോൾ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നീളത്തിലും ഇങ്ങനെ നക്ഷത്രത്തിൻ്റെ രീതിയിലൊക്കെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ ഏകദേശം കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ അടുത്ത പരിപാടി. അപ്പോൾ നേരത്തെ നമ്മൾ ഇട്ട് വയ്ക്കുന്ന പാത്രമൊക്കെ നന്നായിട്ട് കഴുകി വെള്ളമില്ലാത്ത രീതിയിലൊക്കെ ഒന്ന് ഉണക്കിയെടുക്കുന്നത് നന്നായിരിക്കും, കുറച്ച് നാൾ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളതെല്ലാം കട്ട് ചെയ്ത് വാരിയെടുത്തതിന് ശേഷം ഇത് കാണിക്കുകയാണ്. അങ്ങനെ നമ്മളതെല്ലാം അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കാന്താരിയിലാണ് നമ്മളിതിന് ഉപ്പിലിടാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് കാന്താരി കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ പച്ചമുളകിൽ ഇടാം. അങ്ങനെ കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്ത ഒരു ഗ്ലാസ് ജാറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്ത് ഇങ്ങനെ വാരി നമ്മൾ നിറച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള സാധനം കിട്ടുമ്പോൾ അതൊരു സന്തോഷമാണല്ലോ. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഇത് കിട്ടണമെന്നുമില്ല, കിട്ടുന്നവർ ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് ആവശ്യക്കാർക്ക് നമുക്ക് കൊടുക്കാനും പറ്റും. അങ്ങനെ നമ്മൾ നീളത്തിലരിഞ്ഞതിനും ചതുരത്തിലരിഞ്ഞതൊക്കെ നമ്മളതെല്ലാം വരി നിറച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് കൂടെ ആദ്യമൊക്കെ ഇട്ട് കൊടുക്കണം. അതെല്ലാം വരി നിറച്ചതിന് ശേഷം നമ്മളിതേ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പം വളരെ ടേസ്റ്റ് ഉള്ളതാണ്. അപ്പം നാടൻ രീതിയിലൊക്കെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മളെല്ലാം ഉപ്പെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് പ്രസ് ചെയ്തൊക്കെ മാറ്റിക്കുക, ഒന്ന് കുലുക്കി മാറ്റിക്കുക. കാരണം ഉപ്പ് എല്ലായിടത്തും കൂടെ ഒന്ന് വരണമല്ലോ. അങ്ങനെ അതിന് ശേഷം നമ്മളിത് കാന്താരി മുളക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് കുറച്ച് ഞാൻ കാന്താരി ഇട്ട് കൊടുക്കുന്നത് എരിവുള്ള അനുസരിച്ച് നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് അതിനെ നമ്മൾ കുലുക്കിയിട്ടൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ ആ ടേസ്റ്റാണ് നമുക്ക് വായിക്കാത്ത വെള്ളം പോകുന്നതായിട്ട് പറയുമ്പോൾ. അങ്ങനെ നമ്മൾ കുറച്ച് കായം കൂടെ ഇട്ട് കൊടുത്ത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. അതിനകത്ത് ഒരു ചൂടുമില്ല, തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചെയ്തൊന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കിടുക്കാച്ചി ഉപ്പിലിട് അല്ലെങ്കിൽ സ്റ്റാർ ഫ്രൂട്ട് അല്ലെങ്കിൽ നമ്മൾ ആനപ്പുളിഞ്ചിക്ക ഉപ്പിലിട്ടത് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കിട്ടുകയാണെങ്കിൽ സാധാ പുളിഞ്ചിക്കയും ഇങ്ങനെ നമുക്ക് ഉപ്പിലിടാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.